രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടത്തിന് തീയതി തെളിഞ്ഞപ്പോൾ മുതലുള്ള ആരാധകരുടെ ആകാംക്ഷയായിരുന്നു ജസ്പ്രീത് ബുംറ വൈഭവ് സൂര്യവംശി പോരാട്ടം എങ്ങനെയാകുമെന്നത്. കഴിഞ്ഞ സീസണിൽ അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് പോരാട്ടം കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. IPL 2026 സീസണിൽ അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ ആദ്യ സാധ്യതയുണ്ടായിരുന്നത് ഇന്ന് ഗുവാഹത്തിയിലായിരുന്നു. എന്നാൽ മഴ മൂലം ആ പ്രതീക്ഷകൾക്ക് ചെറുതായൊന്നും മങ്ങലേറ്റു. മഴ മാറി ടോസ് വീണപ്പോഴും ഗുവാഹത്തിക്ക് ആ തണുപ്പ് മാറിയിരുന്നില്ല. എന്നാൽ 11 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ബാറ്റ് എന്താൻ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും എത്തിയതോടെ കഥ മാറി. ദീപക് ചഹർ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഒരു സിക്സറും 4 ഫോറുകളും അടക്കം 22 റൺസാണ് പിറന്നത്. രണ്ടാം ഓവറായിരുന്നു ഏറ്റവും മാരകം. ഈ തലമുറയിലെ ഏറ്റവും മികച്ച ബോളർ എന്നതിന് നിസ്സംശയം ഏവരും ഉത്തരം പറയുന്ന ഒരാളാണ് ജസ്പ്രീത് ബുംറ. ഈ കഴിഞ്ഞ 10ലേറെ വർഷങ്ങൾക്കിപ്പുറം അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമില്ല. ഈ കാലയളവിൽ ഇന്ത്യ നേടിയ 1/2 ഡസനോളം ട്രോഫിയും ഈ പ്രീമിയം ബോളറുടെ തീ യോർക്കറുകൾ കൊണ്ടുകൂടിയായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായി ഒരു 15കാരൻ അയാളെ വെല്ലുവിളിച്ചു. നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തിയിലേക്ക് അടിച്ചു. IPLലെ തന്റെ അരങ്ങേറ്റ പന്ത് തന്നെ സിക്സർ പറത്തി തുടങ്ങിയ 14കാരനിൽ നിന്ന് ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമാണിത്. ആ ഓവറിൽ തന്നെ മറ്റൊരു സിക്സറും വൈഭവ് പറത്തി. പിന്നീട് ഒരു ഓവർ കൂടി ബുംറ വൈഭവ് നേർക്കുനേർ വരാത്തതുകൊണ്ട് മാത്രം ആ കലാശക്കൊട്ട് അവിടെ തീർന്നു. 5 ഓവർ തികച്ചായപ്പോൾ വൈഭവ് മടങ്ങി. 14 പന്തിൽ 5 സിക്സറും 1 ഫോറുകളും അടക്കം 278 സ്ട്രൈക്ക് റേറ്റിൽ 39 റൺസ് അതിനകം തന്നെ ആ ബാലൻ നേടി. ജയ്സ്വാളിനൊപ്പം ആ 5 ഓവറിൽ 80 റൺസാണ് രാജസ്ഥാൻ നേടിയത്. വൈഭവ് മടങ്ങിയിട്ടും പിന്മാറാൻ തയ്യാറാവാത്ത ജയ്സ്വാൾ അവസാന പന്ത് വരെ പൊരുതി 32 പന്തിൽ 77 റൺസ് നേടി. 4 സിക്സറുകളും 10 ഫോറുകളും അടക്കം 240 സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് വീശിയത്. റിയാൻ പരാഗ് 10 പന്തിൽ 20 റൺസ് കൂടി ചേർത്തതോടെ 11 ഓവറിൽ 150 റൺസാണ് രാജസ്ഥാൻ അടിച്ചെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ ഇതേ പിച്ചിൽ 127 റൺസാണ് നേടിയിരുന്നത് എന്നും ഓർക്കണം. ഗുവാഹത്തിയിലെ ഈ പിച്ച് ബൗളിങ്ങിന് അനുകൂലം കൂടിയാണ്. പോരാത്തതിന് നിർത്താതെ പെയ്ത മഴയും ബൗളർമാർക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയിരുന്നു. എന്നാൽ രാജസ്ഥാന്റെ ഈ പുതിയ ടീമിന് അതൊന്നും ബാധകമല്ല. മറുപടി ബാറ്റിംഗിൽ പക്ഷേ മുംബൈ ഇന്ത്യൻസിന് അത് ബാധകമായി. ചേസിംഗിൽ ആദ്യ 5 ഓവറിൽ തന്നെ 5 വിക്കറ്റുകൾ നഷ്ടമായി. റിയാൻ റിക്കൾട്ടൺ, രോഹിത് ശർമ്മ, ഹർദിക്, സൂര്യകുമാർ എന്നിവരെല്ലാം 2 അക്കം കാണാതെ പുറത്തായി. 25 റൺസ് വീതം നേടി ഷെർഫ്രെയിൻ, റുദർഫോർഡും നമാൻതീറും പൊരുതി. ഒടുവിൽ ലക്ഷ്യത്തിന് 27 റൺസ് അകലെ മുംബൈ വീണു. രാജസ്ഥാൻ ഇത് തുടർച്ചയായ 3ാം വിജയമാണ്. പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് അവർ തന്നെ. 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നിരാശാജനകമായ കഴിഞ്ഞ സീസണിനൊടുവിൽ ഇപ്പോൾ അവർ ക്യാപ്റ്റൻ റിയാൻ പരാഗിന് കീഴിൽ സ്വപ്ന സമാനമായ റണ്ണാണ് നടത്തുന്നത്.